നമ്മൾ ഗ്ലോബലൈസേഷനെ കുറിച്ചൊക്കെ വളരെ മികച്ച രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ എത്തിക്സ് എന്താണെന്ന് അറിയാം, എത്തിക്കൽ ഇഷ്യൂസ് എന്താണെന്ന് അറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യമാണ് ബിസിനസ് എത്തിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഗ്ലോബലൈസേഷൻ. അതായത് ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട ധാർമ്മിക പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ദർ ഇസ് നോ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, നോ നോം ആൻഡ് നോ യൂണിവേഴ്സൽ ലോ എൻഫോഴ്സ്മെൻറ്റ് ത്രൂ ഔട്ട് ദി വേൾഡ് ഇൻ കേസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്തുമായി ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലോകത്ത് ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു അടിസ്ഥാനമോ അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു റൂൾസോ റെഗുലേഷൻസോ ഒന്നും നമുക്കിതുവരെ നടത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ചില രാജ്യങ്ങളിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചില രാജ്യങ്ങളിൽ അൺലോഫുള്ളായിരിക്കും. അതായത് ചില രാജ്യങ്ങളിൽ ലോഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചില രാജ്യങ്ങളിൽ അൺലോഫുള്ളായിട്ട് ആയിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. സോ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ ഇഷ്യൂസ്. സോ അവിടെ പറഞ്ഞത് ഗ്ലോബൽ കോർപ്പറേഷൻ സെറ്റപ്പ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഹാവിംഗ് ബെറ്റർ ഫാക്ടർ endowments and plentiful human resources with a view to exploiting them for their benefits and profit. The unique ethical problems of international business are due to many factors such as different ethical traditions and political and legal system, diverse forms of economic organization and different levels of economic development, inadequate or ineffectual regulations especially in less developed countries, conflicts between national and regional economic and political interests, and a lack of background institutions and guidelines for international business. The scope and power of multinational corporations and their ability to evade regulations and pervasive corruptions in some parts of the world. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് വളരെ ചുരുക്കി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ്, അണ്ടർ ഡെവലപ്ഡ്, ഇത് മൂന്നും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? വികസിത രാജ്യം, വികസ്വര രാജ്യം, അവികസിത രാജ്യം. അപ്പോൾ വികസിത രാജ്യങ്ങളിലെ ബിസിനസ്മാൻമാർ അവരുടെ ബിസിനസ്സിൻ്റെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത് അണ്ടർ ഡെവലപ്ഡും അല്ലെങ്കിൽ ഡെവലപ്പിംഗുമായിട്ടുള്ള കൺട്രീസിലാണ്. എന്തുകൊണ്ട് അവർ അങ്ങനെയുള്ള രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിൽ അവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെവലപ്പിംഗ് കൺട്രീസിൽ കൂടുതലായിട്ടും നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിന്, അതായത് മാനുഷിക വിഭവത്തിനെ കൂടുതലായി നമുക്ക് കിട്ടുകയും കൂടുതലായിട്ട് അവിടുത്തെ റിസോഴ്സസിനെ നമുക്ക് ഉപയോഗിക്കാം, മറ്റുള്ള റിസോഴ്സസിനെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അതുകൂടാതെ ആ രാജ്യങ്ങളുടെ, ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ അവിടെ എന്തുണ്ട്, പ്ലെൻറ്റി ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയോ അതുമാത്രമല്ല, എത്തിക്കൽ ട്രഡീഷൻസ്, ഇപ്പോൾ ധാർമ്മികമായിട്ടുള്ള പല കാര്യങ്ങളും പല രാജ്യങ്ങളിലും വ്യത്യസ്തമാണ്, രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ്, നിയമസാധ്യതകൾ വ്യത്യസ്തമാണ്, സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമാണ്, അല്ലേ? അപ്പോൾ ചില രാജ്യങ്ങളിൽ നിയമനിർമ്മാണമൊന്നും ഉണ്ടാവില്ല, ഭരണമൊന്നും കൃത്യമായിട്ട് നടക്കില്ല. അവിടെ ഭരണകർത്താവോ അല്ലെങ്കിൽ ഭരണമോ കൃത്യമായിട്ട് നടക്കാത്ത സ്ഥിതിക്ക് ആർക്ക് വേണമെന്നിട്ടും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയൊക്കെ ആയിരിക്കും ഡെവലപ്പിംഗ് കൺട്രീസിലുള്ളത്, അല്ലേ? അപ്പോൾ അവിടെ ചില രാജ്യങ്ങളിൽ എന്തുണ്ടാകാം, അവരുടെ രാജ്യവും അവരുടെ രാജ്യത്തിനകത്തുള്ള ചില പ്രദേശങ്ങളും തമ്മിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ചൈനയും നമ്മുടെ നേപ്പാളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എക്സാമ്പിളായിട്ട്. പിന്നെന്താ, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടാകാം, അത് മുതലെടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എത്തിക്കൽ അല്ലാത്ത കാര്യങ്ങളാണ്. ഇവിടെ ബിസിനസ്സിൻ്റെ എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ബിസിനസ്മാൻമാർ, ഡെവലപ്ഡ് കൺട്രീസിലുള്ള ബിസിനസ്മാൻമാർ ഡെവലപ്പിംഗ് കൺട്രീസിൽ പോയിട്ട് അവിടുത്തെ വിഭവങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട്, ചൂഷണം ചെയ്തിട്ട് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അവിടെ ബിസിനസ് ചെയ്യുന്നു. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ ഡെവലപ്പിംഗ് കൺട്രീസ് എക്കണോമി ആയാലും അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ആയാലും ബാക്കിയുള്ള റിസോഴ്സസ് ആയാലും എക്സ്പ്ലോയിറ്റഡ് ആയി പോകുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഗ്ലോബലൈസേഷൻ ഈസ് വൺ ഫാക്ടർ ദാറ്റ് ഹാസ് പുഷ്ഡ് മൾട്ടിനാഷണൽ ടു ഇനീഷ്യേറ്റ് യൂണിഫോം സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്ട് ഇൻ ഓൾ കൺട്രീസ് ഇൻ വിച്ച് ദേ ഓപ്പറേറ്റ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ത് ചെയ്തു, ഈ മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെ ഒരു പ്രത്യേക നിയമനിർമ്മാണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത പോയിൻ്റാണ് നോക്കുന്നത്, റെലവൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഫോർ ബിസിനസ് എത്തിക്സ്. അതായത് ബിസിനസ് എത്തിക്സിൽ നമ്മുടെ
ഗ്ലോബലൈസേഷൻ്റെ പ്രാധാന്യം എന്തെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തതായിട്ട് പറയാണ്, അതായത് പ്രധാനമായിട്ടും അവിടെ പറഞ്ഞിട്ടുള്ള എന്താ റെലവൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റെലവൻസുകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കൾച്ചറൽ ആൻഡ് മോറൽ ഇഷ്യൂസ്, 2 ലീഗൽ ഇഷ്യൂസ്, 3 അക്കൗണ്ടബിലിറ്റി ഇഷ്യൂസ് എന്നുള്ള 3 റിലവൻസാണ് അവിടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതിൽ കൾച്ചറൽ ആൻഡ് മോറൽ ഇഷ്യൂസ് നോക്കുക. കൾച്ചർ എന്ന് വെച്ചാൽ എന്താ, സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. മോറൽ എന്ന് വെച്ചാൽ ധാർമ്മികത അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ നോക്കുക, 3rd ലൈൻ നോക്കുക നിങ്ങൾ. മോറൽ വാല്യൂസ് വിച്ച് വെയർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് in the home market may get questioned as soon as corporations enter foreign markets. അല്ലേ, നമ്മുടെ മോറൽ വാല്യൂസ് എന്താണ് നമ്മളെ ആത്മീയമായിട്ടില്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ തൊട്ടിട്ടുള്ള നമ്മളെ ചില മൂല്യങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഹോം മാർക്കറ്റിൽ അതിന് അക്സെപ്റ്റൻസ് ഉണ്ടാകുമ്പോൾ മറ്റുള്ള ദേശങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, ഫോറിൻ രാജ്യങ്ങളിലെ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതെന്തായി മാറാനുള്ള സാധ്യതയുണ്ട്, അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന് കുറേ എക്സാമ്പിൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് റേഷ്യൽ ആൻഡ് ജെൻഡർ ഡൈവേഴ്സിറ്റി, അതായത് നമ്മൾ കളറിൻ്റെ ബേസിലും ലിംഗത്തിൻ്റെ ബേസിലൊക്കെ നമുക്ക് വിവേചനം നേരിടുന്നുണ്ട് അല്ലേ. എവിടെ? യൂറോപ്പിലുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ കൺട്രീസിലൊന്നും അങ്ങനെയുള്ള വിവേചനങ്ങൾ നേരിടുന്നില്ല. രണ്ടാമത്തെ എക്സാമ്പിൾ, ചൈനീസ് പീപ്പിൾസ് കൺസിഡർ ഡിസ്മിസ് എംപ്ലോയീസ് ഇൻ ടൈംസ് ഓഫ് എക്കണോമിക് ഡൗൺ ടേൺസ് മോർ അൺഎത്തിക്കൽ ടു ദാൻ വുഡ് ബി ടിപ്പിക്കൽ ഇൻ യൂറോപ്പ്. അല്ലേ, യൂറോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ടൊരു കമ്പനി തളർന്നു പോവുകയാണെങ്കിൽ അടുത്ത എംപ്ലോയീസിനെ നമ്മൾ ഡിസ്മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്തിക്കൽ അല്ല, അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള കാര്യമല്ല. എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൈനയിലൊക്കെ അത് ശരിയായ കാര്യമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല യൂറോപ്യൻസ് തിങ്ക് ദാറ്റ് ചൈൽഡ് ലേബർ ആസ് സ്ട്രിക്ട്ലി അണധികൾ. അല്ലെ, യൂറോപ്യൻസ് പറയാണ് അതെന്ന് നമ്മുടെ എന്താ ബാലവേല എന്ന് പറയുന്നത് അണെത്തിക്കലാണെന്ന് പറയുന്നു. പക്ഷേ പല ഏഷ്യൻ രാജ്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും പല ദേശങ്ങളിലും പല രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതെന്നാണ് പറയുന്നത്. ദ മെയിൻ റീസൺസ് ഫോർ പോസിബിലിറ്റി ഫോർ സച്ച് പ്രോബ്ലം ഈസ് ദാറ്റ് ഗ്ലോബലൈസേഷൻ റിസൾട്ട് ഇൻ ദി ഡെറ്റീരിയോറൈസേഷൻ ഓഫ് സം പ്രോസസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓൺലി. അല്ലേ, അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് എന്ന് പറയുന്നത്. ഇൻ മെനി കേസസ് ദർ ഈസ് സ്റ്റിൽ ക്ലോസ് കണക്ഷൻ ബിറ്റ്വീൻ ദി ലോക്കൽ കൾച്ചർ ഇൻക്ലൂഡിങ് മോറൽ വാല്യൂസ് ആൻഡ് ദ സർട്ടൻ ജിയോഗ്രഫിക്കൽ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, യൂറോപ്യൻസ് ആർ നോട്ട് അപ്രൂവിങ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വൈൽ മെനി അമേരിക്കൻ കൺസിഡേഴ്സ് ആസ് മോറലി അക്സെപ്റ്റബിൾ മോസ്റ്റ് യൂറോപ്യൻ ബീച്ചസ്. അല്ലേ, എന്താണ് നമ്മൾ ഈ തൂക്കിക്കൊല്ലുന്നത്, അത് അമേരിക്കയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മോറലി അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അല്ലെ, യൂറോപ്യൻസ് ആർ നോട്ട് അപ്രൂവിങ് ക്യാപിറ്റൽ യൂറോപ്യൻസ് എന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അപ്രൂവ് ചെയ്യുന്നില്ല. വൈൽ മെനി അമേരിക്കൻസ്, അല്ലെ, പല അമേരിക്കൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ധാർമ്മികമാണെന്ന് പറയുന്നുണ്ട്. അപ്പം കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എത്തിക്കൽസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കുക. കൺട്രീസ് എക്സിബിറ്റ് വെരി ഡിഫറെൻറ്റ് വ്യൂസ് ഓൺ ദ മേക്കപ്പ് ഓഫ് ബിസിനസ് എത്തിക്സ്. അല്ലേ, പല രാജ്യങ്ങളും പല രീതിയിലുള്ള കാഴ്ചപ്പാടിലൂടെയാണ് ബിസിനസ് എത്തിക്സിനെ നോക്കിക്കാണുന്നതെന്നാണ് പറയുന്നത്. ദീസ് ഡിഫറൻസസ് ആർ ബേസ്ഡ് ഇൻ മെയിൻലി ഇൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. നമുക്കറിയാം പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള സംസ്കാരമാണുള്ളത്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ബേസിലാണ് നമ്മുടെ എത്തിക്സ് രൂപപ്പെട്ട് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ വീണ്ടും പറയുന്നു, അതിൻ്റെ ഈ കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിക്സ് മാറി വരുന്നത് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ വീണ്ടും പറയുന്നു. എന്ത്, ജപ്പാൻ ഹാസ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ദാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിക്കോസ് ദ കൾച്ചേഴ്സ് ഓഫ് ദീസ് 2 countries കം ഫ്രം എൻറ്റയർലി ഡിഫറെൻറ്റ് ഒറിജിൻസ്. അല്ലെ, അമേരിക്കേൻ്റെയും ചൈനേൻ്റെയും സംസ്കാരം എന്ന് പറയുന്നത് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഉണ്ടാകുന്ന എത്തിക്കൽ ഇഷ്യൂസും അല്ലെങ്കിൽ എത്തിക്സും എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. സോ but if business ethics are based only on culture, then business global interaction should bring about much more conflict than the existing one. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. സോ നമുക്കവിടെ നോക്കാം, സം ഓഫ് ദ എത്തിക്കൽ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ കൺട്രീസ്. രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന ചില എത്തിക്കൽ ഇഷ്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം.
ഒന്ന് ഡിസ്ക്രിമിനേഷൻ ഓഫ് വുമൺ, അല്ലേ, വനിതകൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അവർ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വൺ എത്തിക്കൽ ഇഷ്യൂസ് ദാറ്റ് ക്യാൻ ഒക്കിയർ ഇൻ ഡിസ്ക്രിമിനേഷൻ ഓഫ് വുമൺ. ഫോർ എക്സാമ്പിൾ, സം കൺട്രീസ് ഡു നോട്ട് കൺസിഡർ വുമൺ ആസ് ഈക്വൽ ടു മെൻ. പല രാജ്യങ്ങളും സ്ത്രീകളെ പുരുഷന്മാർക്ക് തുല്യമായിട്ട് കണക്കാക്കുന്നില്ല. പല സ്ത്രീകളും പുരുഷന്മാരെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് പുരുഷൻ ജോലി ചെയ്ത് കിട്ടുന്നതിന് അത്രയുള്ള വരുമാനം ഒരിക്കലും ആ സ്ത്രീക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത്. രണ്ട്, അൺഫെയർ ട്രീറ്റ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. ജോലിക്കാരെ ഒരു യുക്തിയുമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ അൺഫെയർ ആയിട്ട് ശരിയായ രീതിയിലല്ലാതെ അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ജോലി ചെയ്യിപ്പിക്കുന്നു, അല്ലേ. അപ്പോൾ സം കൺട്രീസ് ഡു നോട്ട് ട്രീറ്റ് ദെയർ എംപ്ലോയീസ് ആസ് ഫെയർ ആസ് അതേഴ്സ്. പല രാജ്യങ്ങളും അവരുടെ തൊഴിലാളികൾ, അവിടുത്തെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. സം മേക്ക് ദെയർ എംപ്ലോയീസ് വർക്ക് ഇൻ എക്സ്ട്രീം ഹീറ്റ്. പല രാജ്യങ്ങളിലെയും തൊഴിലാളികൾ വളരെ ചൂട് കൂടിയ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. വിത്ത് നോ ബ്രേക്സ് ആൻഡ് സം ഈവൻ ഹാവ് അണ്ടർ ഏജ് മൈനേഴ്സ് വർക്കിംഗ് ഫോർ ദം. ഒരു മിനിറ്റ് പോലും ഇടവേള കൊടുക്കാതെ ദീർഘമായ സമയത്തേക്ക് വലിയ ചൂടിൽ ജോലി ചെയ്യാൻ വിടുന്നു. ഇനി നെക്സ്റ്റ്, ലാംഗ്വേജ് ബാരിയേഴ്സ്. ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലേ. എന്താ പറയുന്നത്, ലാംഗ്വേജ് ബാരിയേഴ്സ് ക്യാൻ അഫക്റ്റ് ട്രേഡ് ബൈ സെറ്റിംഗ് ലിമിറ്റേഷൻ ബിക്കോസ് നോട്ട് എവരിവൺ സ്പീക്ക് ഇൻ ദ സെയിം ലാംഗ്വേജ്, അല്ലേ. എല്ലാവർക്കും എല്ലാ ഭാഷയും എല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ ഭാഷയും പ്രധാനപ്പെട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. This can cause problems and ethical issues because some may discriminate against the countries that do not speak the same language as the. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പോയാലും നമുക്ക് അറബി കമ്പൽസറിയാണ്, മസ്റ്റാണ്, അത് പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല, അല്ലേ. അപ്പോൾ പറ്റുകയൊക്കെ ചെയ്യും, പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസ് നമുക്കത് വളരെ ദുഷ്കരമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക.